മമ്മി തേയും ജിമ്മിയൊന്നും പോയിട്ട് ഇങ്ങോട്ട് വിളിച്ചും കൂടി ഇല്ലല്ലോ. ആ അത് ശരിയാ മോനെ, അവര് തിരക്കിലായിരിക്കും. കാരണം ഞാൻ വീക്കുട്ടിനെ വിളിച്ചായിരുന്നു. അവന് വിളിച്ചപ്പോൾ അവന് ക്ലാസ് ഒക്കെ ആയിരുന്നു. തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞേ. എന്തായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇതാരാ വിളിക്കണേ? ഓ മമ്മിയാണോ? ഹലോ മമ്മി, സുഖാണോ? എന്താ മമ്മി വിളിച്ചേ? എന്തായിരുന്നു കാര്യം? ഓ എന്റെ പൊന്നായ മോള്, ഈ മമ്മീനെ ഓർക്കണ്ടോ? എന്താടി ഇങ്ങോട്ടൊന്നും വരാത്തെ? എത്ര നാളായി നീ പോയിട്ട്? അവരാണെങ്കിൽ വന്നിട്ട് അപ്പൊ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. നീ ഇവിടെ എന്തെടുക്കുവാ? നീ എന്ന് ഇങ്ങോട്ട് വന്നത്? ആ മമ്മി ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞങ്ങൾ വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. പിന്നെ തിരിച്ചു വന്നാലല്ലോ, ആ കുക്കി അവിടെ നിന്ന് ഓടിച്ചു വിട്ടല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ? ആ മോളെ യുഞ്ചി, എന്റെ അടുത്തത് കുക്കിയുടെ ഇപ്പുണ്ട്. ഞാൻ അവനും കൂടി കൊടുക്കാം ഫോൺ കോള്. നിനക്ക് എന്തെന്ന് വെച്ചാൽ പറയാനുള്ളത് അവനോട് നേരിട്ട് പറഞ്ഞു. യുഞ്ചി, ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നല്ലാതെ ജിമ്മിനോടും തേനോടും ഇവിടുന്ന് ഇറങ്ങിപ്പോനൊന്നും പറഞ്ഞില്ല. ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, നീ എന്നാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? നിനക്കവിടെ തോന്നുന്നത് പറഞ്ഞ പോലെ നീ അവിടെ ഇരുന്നോട്ടോ. നിനക്ക് തോന്നുന്നല്ലേ നീ ചെയ്യുന്നത്. ആ ലിസനെ കെട്ടി സുഖമായിട്ട് അവിടെ ഇരിക്കും. കല്യാണത്തിന് ഞങ്ങൾ വന്നേക്കാം കേട്ടോടാ. അവൻ്റെ ഒരു പറച്ചില്. ഇനി നീ ഇങ്ങോട്ട് വിളിച്ചേക്കില്ലേ? ആ ഞങ്ങള് താമസമുണ്ട് എന്തായാലും വരാൻ. മോളെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. നിന്റെയും തേൻ്റെ കല്യാണമൊക്കെ നടത്തേണ്ടല്ലേ? നിങ്ങൾ ഇനി എന്നാ വന്നേ? കറക്റ്റ് ഡേറ്റ് പറഞ്ഞാലേ മനസ്സിലാവൂ. മമ്മി കൂടി പോയ 2 years, ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും. അല്ലാതെ ഇവിടുന്ന് ലീവ് കിട്ടണ ലക്ഷണമില്ല. 2 വർഷമോ മോളെ? നീ എന്തൊക്കെയാ പറയണേ? 2 വർഷം കഴിഞ്ഞാണ് നിങ്ങളിനി വരുള്ളൂ മോളെ. അതിനു മുമ്പ് വരാൻ വല്ല വഴിയുണ്ടോ? എന്താ നീ പറയണേ മോളെ? 2 വർഷം വരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങളൊന്ന് വേഗം വാ. എന്റെ പൊന്നു മമ്മി, 2 വർഷം എന്ന് വെച്ചാ ദാ പോയി ദേ വന്ന പോലെയാണ്. ഞങ്ങള് വരും, എന്തായാലും വരും. അതിന് മുമ്പ് ലീവ് കിട്ടുകയാണെങ്കിൽ എന്തായാലും വരും. ഇപ്പൊ ദേ ഞങ്ങക്ക് പോവാൻ ടൈമായി. ഞാൻ എന്നാ ഫോൺ വെക്കുകയാണേ. ശരി, നൈറ്റ് ഞാൻ വിളിക്കാം. ഓക്കെ ബൈ. ഇനി അവരെല്ലാവരും 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക? ഓ ആ ഇനി ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. പറഞ്ഞു വിട്ടപ്പോ ഓർക്കണായിരുന്നു. ഓ എന്റെ ദൈവമേ, അടുക്കളയിൽ എന്തോരം ജോലി ബാക്കി കിടക്കണേ. ജൂണേട്ടൻ ഇപ്പൊ തന്നെ വരും. ജോലി ചെയ്തിട്ട് വരും. എടാ കുട്ടി, നീ ഇത് ഏത് സ്വപ്നലോകത്തിലിരിക്കുവാണാവോ? നീ എന്താ ഇപ്പൊ കോളേജിലേക്കൊന്നും വരാതെ ഇവിടെ തന്നെ ഇരിക്കുന്നേ? നിനക്ക് കോളേജൊന്നും വേണ്ടേ? നീ ഏത് സ്വപ്നലോകത്തിരിക്കണേ? ഒന്നുമില്ലടേ. ഇനിയുണ്ടല്ലോ, യുഞ്ചിയൊക്കെ ഇനി 2 വർഷം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ അവര് വരണ ഇനി അത്ര ടൈം എടുക്കുമോ? ഓ 2 വർഷം, ദൈവമേ. ജൂണേട്ടാ, നിങ്ങൾ എല്ലാം അറിയണ്ടോ? നമ്മുടെ പിള്ളേർക്ക് ഇനി 2 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുള്ളൂ എന്ന്. ഞാൻ യുജിനെ ഫോൺ വിളിച്ചു. അപ്പോൾ അവളെ ഇതൊക്കെ പറഞ്ഞത്. ജീനി, അവരവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നേ? പഠിത്തമൊക്കെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അവരിങ്ങോട്ട് വരുമല്ലോ. അപ്പം തന്നെ നമുക്ക് തേയിൻ്റെയും യുജിയുടെയും കല്യാണം നടത്താം. പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഉള്ളത് ജിമ്മിയാണ്. ജിമ്മിക്ക് വേണ്ടി ഒരു വരനെ അത് ഞാൻ ശുഭയും കൂടെ തീരുമാനിച്ച് ഒരു വരനെ അങ്ങ് കണ്ടുപിടിച്ചോളാം. എന്താ അത് പോരെ? എന്താണ് രണ്ടുപേരും ഇവിടെ ഇരുന്നൊരു ഗൂഢാലോചന? ജൂണേടാ, അവര് 2 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. നീ അറിഞ്ഞില്ലേ? യുജിമോള് വിളിച്ച കാര്യം ഇവിടെ എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു. ഏട്ടാ, ഇനി അവര് വരുമ്പോഴുണ്ടല്ലോ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് എടുക്കണം കേട്ടോ. കാരണം ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് തേൻ്റെയും യുജിൻ്റെ കല്യാണം നടത്തണം. ഞാനും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. തേൻ്റെയും യുജിൻ്റെയും കല്യാണം, പിന്നെ കുക്കിൻ്റെയും നിസേൻ്റെയും കല്യാണം കൂടി നടത്തണ്ടേ? നീ ഇതെവിടെ പോയിക്കുമായിരുന്നു? നിന്നെ നോക്കിയാണ് കിടന്നു ഞങ്ങള്. ഞാൻ ചുമ്മാ പുറത്തു വരെയൊന്ന് പോയിക്കായിരുന്നു. ചുമ്മാ ഒന്ന് കറങ്ങാൻ. ഇപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് പോയതാ. എൻ്റെ ഇവിടുത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ തേ, അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ കാനഡയിലേക്ക് പോവാം. പക്ഷേ നാൻസിക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല. നാൻസിനെ ഞാൻ ജിമ്മിയുടെ കയ്യിലേൽപ്പിക്കുക. സാം, നീ ധൈര്യമായിട്ട് പോക്കോടാ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. പിന്നെ 2 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകും.
നാൻസിനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ജിമ്മി, നിനക്കെന്തായാലും സന്തോഷമായില്ലേ? ഇനി നാൻസി നമ്മുടെ കൂടെയല്ലേ നിൽക്കണേ? നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴും നാൻസി നമ്മുടെ കൂടെ തന്നെ വരുമല്ലേ? നിനക്ക് സന്തോഷമായില്ലേ? ഓ എൻ്റെ ഏട്ടാ, എനിക്ക് ഒത്തിരി സന്തോഷമായി. സാമേട്ടൻ ധൈര്യമായിട്ട് നോക്കും. നാൻസി അവൾ എൻ്റെ കൂടെ ഇവിടെ നിന്നോളും. ഏട്ടൻ എന്തുകൊണ്ട് പേടിക്കണ്ട. പിന്നെ നാട്ടിലേക്ക് പോകുന്നൊക്കെ കാര്യം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ പോരെ? നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് പ്രോഗ്രാമും നമ്മുടെ പഠിത്തമോ അതൊക്കെ തീരണ്ടേ? അത് കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. ആ പിന്നെ എനിക്ക് തേട്ടൻ്റെയും യൂഞ്ചിൻ്റെയും കല്യാണമൊക്കെ അവിടെ വന്ന് കാണാലോ. ആ അത് ശരിയാ. കല്യാണം കൂടാൻ നേരത്ത് ഞാനും അങ്ങ് എത്തിയേക്കാം. കാനഡയിൽ പപ്പ ബാക്കി വെച്ച് പോയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിനാണ് ഞാൻ പോകുന്നത്. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടടാ. നീ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി പതുക്കെ അങ്ങ് വന്നാൽ മതി. ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി പതുക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ നിന്നെ ഒന്ന് വിളിക്കാം. നീ അങ്ങ് എത്തിയേച്ചാൽ മതി. അങ്ങനെ 2 വർഷം കടന്നു പോന്നു. ഇപ്പോൾ നമ്മുടെ സാമൊന്നും തേൻ്റെ ജിമ്മിൻ്റെ കൂടെയല്ല. സാം കാനഡയിലേക്ക് പോയി. തേൻ്റെയും യൂജിൻ്റെയും ഒക്കെ പഠിത്തം കഴിഞ്ഞു. നാൻസിയും ജിമ്മിയാണെങ്കിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് നാട്ടിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഇവരവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ നോക്കി വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത്. ജിസുൻ്റെയും ജീനിയുടെ ഒക്കെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് അവർ MBBS ഒക്കെ പഠിച്ച് യൂജിയും ജിസും ജീനിയും അവിടെ തന്നെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റലായ സഞ്ജീവനിയിൽ ന്യൂറോൺ സർജനായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നാട്ടിൽ നമ്മുടെ പിള്ളേർ വരാത്തതിൻ്റെ വിഷമത്തിലാണ് ഇവരുടെ വീട്ടുകാർ. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ലിസേൻ്റെ കുക്കിൻ്റെ കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ചു വിട്ടില്ല. ഇവരെന്ന് നാട്ടിലെത്തുന്നു അന്നായിരിക്കും ഒരു കല്യാണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ചെന്ന് കണ്ടിട്ട് വരാം. ഓ ഇവിടെ ഒരു സാധനം വെച്ചാൽ കാണില്ല. ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്കുക. ഹോബി, നീ ഇവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? നിനക്ക് വല്ലതും അറിയണോ? 2 വർഷം കഴിഞ്ഞു, ഇതുവരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഫോൺ വിളിച്ചോട്ട് അവർ ഫോണും എടുക്കുന്നില്ല. എന്റെ പൊന്നു ജിനി, നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. അവര് വന്നില്ലെങ്കിൽ എന്താ, നമ്മളെല്ലാരും കൂടി കൊറിയയിലേക്ക് ചെന്ന് അവരിങ്ങ് പൊക്കിക്കൊണ്ട് വരും. അല്ല പിന്നെ എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു, നമുക്ക് കൊറിയയിലേക്ക് പോവാം. എടാ ജൂണി, അത് വേണോടാ? നമ്മള് കൊറിയയിലേക്ക് പോകുന്നൊക്കെ ശരിയാ. അവര് അവിടെ എവിടെയാന്ന് നിർത്തണ്ടാ നമ്മൾ ചെല്ലണേ. അവരോട് വിളിച്ചു പറഞ്ഞാ അവര് ഇത് മുടക്കത്തേ ഉള്ളൂ. അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അവർ ഏത് കോളേജിലാണ് പഠിക്കുന്നേ, എവിടെ താമസിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇവരുടെ കല്യാണക്കുറിയും കല്യാണ തീയതിയൊക്കെ നിശ്ചയിക്കണ്ടേ? പിന്നെ കുക്കിന്റെ ലിസയുടെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയണ്ടേ? മമ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും ലിസയും തമ്മിൽ ഒരു ബന്ധമില്ല. അത് പിന്നെ ജിമ്മിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലിസയുടെ പേരെടുത്തിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാനും ലിസയും തമ്മിൽ ഇഷ്ടത്തിലൊന്നുമല്ല. അതെ ജിനി ആൻറ്റി, ആക്ച്വലി എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. പിന്നെ ഇവൻ പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടുന്ന. സോറി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അതൊക്കെ പോട്ടെ. തൽക്കാലം ഈ കാര്യങ്ങള് അവരറിയണ്ട. ജിമ്മിയോ അവരാരും അറിയണ്ട. ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാനാ ജൂണേട്ടാ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ല, നമ്മളെന്നാ കൊറിയയിലേക്ക് പോകുന്നേ? ചിലപ്പോ ജിമ്മിനെ പറ്റി നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാ അവള് അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. കുക്കിന്റെ ലിസയുടെ കല്യാണാന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയാ ചിലപ്പെങ്കിൽ അവള് വരുമായിരിക്കും. അതാ. ശരിയാടാ, അത് നീ പറഞ്ഞത് കാര്യമുണ്ട്. വേറെ എന്ത് വിളിച്ചിട്ട് വന്നില്ലേലും ഇവന്റെ ഒക്കെ കല്യാണാന്ന് പറഞ്ഞ് വിളിച്ച ജിമ്മിയും യൂജിയും തേയും ഒക്കെ താനെ വന്നോളും. നമുക്ക് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാം. എന്തായാലും എത്രയും പെട്ടെന്ന് പോകണം. എൻ്റെ ആർമിസേ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ. ഞാൻ കുറേ നാളായി എപ്പിസോഡ് ഇട്ടിട്ട്. എനിക്കറിയാം നല്ലോണം ലേറ്റ് ആവുന്നുണ്ട്. ബട്ട് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എക്സാമൊക്കെ വരികയാണ്. ഇപ്പോൾ ഞാൻ +1-ലാണ്. എക്സാം അടുത്ത മാസം എക്സാമാണ്. കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇത്ര ലേറ്റ് ആയത്. ഇനി ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. പിന്നെ
നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ അകത്ത് ഇനി എല്ലാവരും കൊറിയയിലായിരിക്കും കേട്ടോ ആർമിസേ. പിന്നെ നമുക്ക് കൊറിയ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ് പറ്റുന്നത്, അവിടെ ജിമ്മിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഇനി അറിയാൻ പോകുന്നുള്ളൂ. നമ്മുടെ വീട്ടുകാർക്കൊന്നും അവർ ഡാൻസേഴ്സാണ്, അവർ K-pop ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. പിന്നെ നമ്മുടെ സ്റ്റോറിയായ കേസ് ഫയലും ഡ്രീം പ്രോസസ്സും അതിൻ്റെ എപ്പിസോഡ്സൊക്കെ ഉടനെ ഇടാം. പിന്നെ ഞാനൊരു വൺ ഷോട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിമിൻ കുക്ക് വൺ ഷോട്ടാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാം ഞാൻ ഇടാം കേട്ടോ. എല്ലാം ഞാൻ സമയം കിട്ടുന്ന പോലെ എന്തായാലും ഇടാം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെന്താ, പിന്നെ എല്ലാവരും പറഞ്ഞു ജിക്കുക്കിനെ പെട്ടെന്ന് സെറ്റാക്കണ്ട, നമ്മുടെ ജിമ്മി കൊച്ചിനെ കുറേ വിഷമിച്ചല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ജിക്കുക്കിനെ പെട്ടെന്നൊന്നും സെറ്റാക്കില്ല. കുറച്ച് ജലസൊക്കെ അടുപ്പിച്ച് സ്റ്റോറിക്കൊരു കഥയുണ്ടല്ലോ, നമ്മൾ ആ കഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, നമ്മൾ എത്തണേ ഉള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ നല്ല ലാഗിലായിരുന്നു, എനിക്കറിയാം കഥ അത്ര ഇതല്ല. ബട്ട് ഇനിയാണ് കഥയിൽ കൂടുതൽ റൊമാൻസും ലവും കാര്യങ്ങളൊക്കെ വന്നത്. നമുക്ക് ജലസൊക്കെ അടുപ്പിച്ചിട്ട് ഇപ്പോൾ ഒന്നും അവർ സെറ്റാവില്ല, അങ്ങനെയാണ്. അപ്പോൾ ശരി.